ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. അപ്പോൾ നമ്മുടെ +2 ഓണം എക്സാം 2026 ഓരോ ചാപ്റ്ററിൽ നിന്നും പഠിച്ചുകൊണ്ട് പോകേണ്ട ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓണം എക്സാം പോർഷനിലേക്ക് നമുക്ക് ആകെ 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. അപ്പോൾ ഓണം എക്സാമിലേക്കായാലും പബ്ലിക് എക്സാമിലേക്കായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ചാപ്റ്റേഴ്സ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ എങ്കിലും മക്കൾ പഠിച്ചു വെച്ചിരിക്കണം. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലേക്കുള്ള ഒരു ആമുഖം, അതായത് എന്താണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു തരുന്ന ഒരു ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ. വാതിൽ ചാപ്റ്റർ ആണ് അല്ലെ. ഈ ചാപ്റ്ററിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മാർക്കറ്റ് ഇക്കണോമി ആൻഡ് സെൻട്രലി പ്ലാൻഡ് എക്കണോമി. വിപണി സമ്പദ് വ്യവസ്ഥയും കേന്ദ്രീകൃത ആസൂത്രണ സമ്പദ് വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുക. ഇവർ തമ്മിൽ എന്ത് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്? കമ്പയർ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ മീനിങ് എഴുതി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം. സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന് പറഞ്ഞ സമയത്ത് അവിടെ ഗവൺമെന്റ് ഓണർഷിപ്പ് ആണ്, സർക്കാരിന്റെ അധീനതയിലാണ് എല്ലാം നടക്കുന്നത്. പ്ലാനിങ് മെക്കാനിസം, എല്ലാ കാര്യങ്ങളും അവിടെ ഇപ്പം സാധനങ്ങളുടെ വിലയൊക്കെ ആയാലും പ്ലാൻ ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. സോഷ്യൽ വെൽഫെയർ, സാമൂഹിക ക്ഷേമത്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു ഗവൺമെന്റ്, അതായത് സോഷ്യലിസ്റ്റ് എക്കണോമി പ്രവർത്തിക്കുന്നത്. ഫുൾ കൺട്രോൾ ആരുടെ കയ്യിലാണ്? ഗവൺമെന്റിന്റെ കയ്യിലാണ്. ഇനി ക്യാപിറ്റലിസം അഥവാ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ് എന്ത് ചെയ്യുന്നത്? അത് ഓൺ ചെയ്യുന്നത്. ഇനി പ്രൈസ് മെക്കാനിസം ആണ്. എന്താണ് പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില, അതായത് ഇപ്പൊ നമുക്കറിയാം സാധനങ്ങളുടെ വില തീരുമാനിക്കുന്നത് ഇപ്പുറത്ത് ഗവൺമെന്റ് ആണെങ്കിൽ ഇവിടെ എന്ന് പറയുന്നത് ഡിമാൻഡും സപ്ലൈയും കൂടിയാണ് എന്ത് ചെയ്യുന്നത്? സാധനങ്ങളുടെ വില തീരുമാനിക്കുന്നത്. ഇനി പ്രോഫിറ്റ് മോട്ടീവ് ആണ്, അതായത് ലാഭത്തിന് വേണ്ടിയാണ് ഇവിടെ എല്ലാവരും പ്രവർത്തിക്കുന്നത്. അതായത് ഇവർക്ക് മിയറായിട്ട് അവരുടെ ക്ഷേമം കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമില്ല, ലാഭത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഇനി എന്താണ്? പാർഷ്യൽ കൺട്രോൾ ആണ്. ഗവൺമെന്റിന്റെ കയ്യിൽ കുറച്ച് കൺട്രോൾ മാത്രമേ ഉള്ളൂ, ബാക്കി ഫുൾ കൺട്രോൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു പേരിന് ഒരാൾ എന്ന രീതിയിൽ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇതാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും അതേപോലെ കേന്ദ്രീകൃത ആസൂത്രണ സമ്പദ് വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോഷ്യലിസത്തില് ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളാണ്, ഗവൺമെന്റ് ആശുപത്രികള്, ഗവൺമെന്റ് സ്കൂളുകളൊക്കെ ആണെങ്കിൽ ഇപ്പുറത്ത് പ്രൈവറ്റ് ആണ് ഏറ്റവും കൂടുതൽ മെയിൻ ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പം ക്യാപിറ്റലിസം എന്ന് കേട്ട് കഴിഞ്ഞാൽ മുതലാളിത്തം എന്ന് ആലോചിക്കുക, സോഷ്യലിസം എന്ന് കേട്ട് കഴിഞ്ഞാൽ അവിടെ ഗവൺമെന്റ് ആണ് വലുതെന്ന് ആലോചിച്ച് വെക്കുക. ഈ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിസ് മലയാളം പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ മലയാളത്തിന് വേണ്ടി വേറെ എവിടെയും പോണ്ട, മലയാളം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് തന്നെ ഇതിന്റെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് മക്കൾ. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ ചാപ്റ്ററിന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ കൺസ്യൂമർ ഇക്വിലിബ്രിയം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഡയഗ്രാമത്തിന്റെ സഹായത്തോടെ എന്ത് ചെയ്യുക? ഉപഭോക്തൃ സന്തുലിത അവസ്ഥ വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയണം, അതിന്റെ ഡയഗ്രാം വരയ്ക്കണം. ചില കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യം ഡയഗ്രാം വരച്ചു വെക്കും. ഇല്ല, ഡയഗ്രത്തിന്റെ സഹായത്തോടെ എന്നാണ് പറയുന്നത്. ഡയഗ്രാം വരച്ചതിന് ശേഷം മക്കൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. എ കൺസ്യൂമർ അറ്റൈൻസ് ഇക്വിലിബ്രിയം അറ്റ് ദ പോയിന്റ് വെയർ ബഡ്ജറ്റ് ലൈൻ ഈസ് ടാൻജന്റ് ടു ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. അല്ലെങ്കിൽ നമ്മൾ പറയും എന്താണ്? ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ. അതായത് കൺസ്യൂമർ അവിടെ മാക്സിമം സാറ്റിസ്ഫൈഡ് ആണ്. കൺസ്യൂമറിന് അങ്ങോട്ടോ പോകണ്ട ഇങ്ങോട്ടോ പോകണ്ട, കൺസ്യൂമറുടെ ഒരു കാര്യമല്ല, കൺസ്യൂമറുടെ ഹാപ്പിയാണ്. അപ്പം പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പോയിന്റ് ആണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. ഓക്കെയാണ് അവിടെ. ഒരു പ്രത്യേകത എന്താ? എങ്ങനെ ഡയഗ്രാം വരിക? നമ്മുടെ ബഡ്ജറ്റ് ലൈന് നമ്മുടെ ഇൻഡിഫറൻസ് കർവിന് ടാൻജന്റ് ആയിട്ട്, അതായത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം. ഇവിടെ ഇ എന്ന് പറഞ്ഞ പോയിന്റ് ആണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഒരു കൺസ്യൂമറിന് ഒരൊറ്റ ഇക്വിലിബ്രിയമേ ഉള്ളൂ. സോ സിയും ഡിയും എന്ന് പറഞ്ഞ പോയിന്റ്സ് IC1 കിടക്കുന്നത്. ഈ 2 പോയിന്റ്സ് വരില്ല. ബിക്കോസ് നമുക്കറിയാം ഹയർ ഇൻഡിഫറൻസ് കർവ് ആണ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്നത്. സോ 2 പോയിന്റ് ഉണ്ടാവില്ല. അത് താഴത്തെ IC1 കിടക്കുന്നത്. സോ IC2 ബഡ്ജറ്റ് ലൈനെ ടച്ച് ചെയ്യുന്ന ഇ എന്ന് പറഞ്ഞ പോയിന്റ് ആണ് നമ്മുടെ കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ ആണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, അല്ലെ, ഉൽപാദനവും ചെലവും. ഈ ചാപ്റ്ററിൽ നിന്ന് നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം.
ഇവിടെയും ഡയഗ്രത്തിന്റെ സഹായത്തോടെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം അല്ലെ. അപചയ സീമാന്ത ഉൽപ്പന്ന നിയമം എന്ന് മലയാളത്തിൽ പറയും. നമുക്ക് നോക്കാം എന്താണെന്ന്. If we increase the employment of an input keeping other input constant, eventually a point will be reached after which the resulting marginal product starts falling. അതായത് ഇവിടെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഞാനൊരു ബോക്സ് വരയ്ക്കാണ് ഇവിടെ. ഈ ബോക്സിനകത്ത് ഞാൻ ഒരാളെ കൊണ്ടുവന്നു പണിയെടുക്കാൻ, 2 പേരെ കൊണ്ടുവന്നു, 3 പേരെ കൊണ്ടുവന്നു, 4 പേരെ കൊണ്ടുവന്നു. 5ാമത്തെ ആൾ കൂടെ വരുമ്പോഴത്തേക്കും ഭയങ്കര കൺജസ്റ്റഡ് ആയി അല്ലെ, ഒതുങ്ങി നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. സോ ഇവിടെ പറയുന്നത് ഇഫ് യു കീപ് ഇൻക്രീസിങ് ദ എംപ്ലോയ്മെന്റ്, നമ്മൾ ലേബർ ഇങ്ങനെ, ലേബർ എന്ന് പറയുന്നത് ഇൻപുട്ട് ആണ്, ക്യാപിറ്റലും ഇൻപുട്ട് ആണ്, ക്യാപിറ്റൽ ഫിക്സഡ് ആണ് ബിക്കോസ് ഇത് ഷോർട്ട് റൺ ആണ്, ഷോർട്ട് റണ്ണിലെ കാര്യമാണ് പറയുന്നത്, ഷോർട്ട് റണ്ണിലെ നിയമമാണ് ഇത്. സോ ഇവിടെ ലേബർ നമ്മൾ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യണം, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പണിക്ക് കൊണ്ടുവരാണെങ്കിൽ അറ്റ് എ പോയിന്റ് കഴിയുന്ന സമയത്ത് എന്ത് കുറയും? മാർജിനൽ പ്രൊഡക്റ്റ് കുറയും, ആവറേജ് പ്രൊഡക്റ്റ് കുറയും, അതുവഴി ടോട്ടൽ പ്രൊഡക്റ്റും കുറയും. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡിമിനിഷിങ് മാർജിനൽ പ്രൊഡക്റ്റ്. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആൾക്കാരെ ആവശ്യത്തിലധികം ഇങ്ങനെ കൊണ്ടുവരികയാണ്, സ്ഥലം ഇല്ല എന്നാലും നമ്മൾ ഇങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ നമ്മൾ വിളിക്കുക. അതിനൊരു ഡയഗ്രാം ഉണ്ട്. ഇതാണ് ഡയഗ്രാം. TP നിങ്ങൾക്ക് കാണാം, AP നിങ്ങൾക്ക് കാണാം, അതേപോലെ തന്നെ MPയും നിങ്ങൾക്ക് കാണാം. ഇവിടെ 3 സ്റ്റേജസ് ഉണ്ട്. 1 ഇൻക്രീസിങ് റിട്ടേൺസ് ടു ഫാക്ടർ, 2 ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു ഫാക്ടർ, 3 നെഗറ്റീവ് റിട്ടേൺസ് ടു ഫാക്ടർ. ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു ഫാക്ടറിൽ സംഭവിക്കുന്നത് TP എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് നല്ല ഇൻക്രീസിംഗ് റേറ്റിൽ അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യാണ്. നിങ്ങൾക്ക് കാണാം സ്റ്റേജ് 1 എന്ന് പറയുന്നത് ഇതുവരെയാണ്, ഈ ബ്ലൂ ലൈനിന് മുന്നേ വരെയാണ്. TP കൂടുന്നു, MP മാക്സിമത്തിലാകുന്നു, APയും കൂടുന്നു. നോക്കിക്കേ, TP increases, AP increases and MP reaches its maximum. സ്റ്റേജ് 2നെ നമ്മൾ വിളിക്കുന്നത് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു ഫാക്ടർ എന്നാണ്. TP increases at a diminishing rate. TP കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൂടുന്നുണ്ട്, പക്ഷെ ഒരു കുറഞ്ഞ രീതിയിലാണ് കൂടുന്നത്. ഇനി AP ഡിക്ലൈൻസ്. AP എന്ത് ചെയ്യുന്നു? AP കുറയുന്നതാണല്ലേ, നേരെ താഴേക്ക് പോവാണ്. ഇനി MP 2ാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ 0 ആണ് ആകുന്നത്, 0 ആണ് ആകുന്നത്. ഇനി 3ാമത്തെ സ്റ്റേജ് നെഗറ്റീവ് ആണ്. അപ്പൊ എന്ത് നെഗറ്റീവ് ആകും? MP നെഗറ്റീവ് ആകും. TP ഡിക്ലൈൻ ചെയ്യുന്നു, TP സ്റ്റാർട്ട്സ് ഡിക്ലൈനിങ്, താഴോട്ട് പോകും. AP ഡിക്ലൈൻസ് ബട്ട് നെവർ ബിക്കം 0. AP കുറയൊക്കെ ചെയ്യും, AP എന്താകില്ല? ഒരിക്കലും 0 ആകില്ല. MP ബിക്കംസ് നെഗറ്റീവ്. MP എന്താകുന്നു? 0 കടന്ന് താഴേക്ക് പോയി നെഗറ്റീവ് ആകുന്നു. 3 സ്റ്റേജ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു ഫാക്ടർ, 2ാമത്തേത് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു ഫാക്ടർ, 3ാമത്തെ നെഗറ്റീവ് റിട്ടേൺസ് ടു ഫാക്ടർ. ഇത് 3 പറയുന്നത് MPയുടെ അടിസ്ഥാനത്തിലാണ്. MP കൂടുന്നോണ്ടാണ് ഇൻക്രീസിംഗ്, MP കുറയുന്നു അതാണ് ഡിമിനിഷിംഗ്, MP നെഗറ്റീവ് ആവുന്നു അതാണ് നെഗറ്റീവ്. മറന്നു പോകരുത്, റിട്ടേൺസ് ടു ഫാക്ടർ എന്ന് തന്നെ ഓർത്ത് വെച്ചിരിക്കണം. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ആൻസർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പം ഇത് ഇത്രയും 3 ചാപ്റ്ററിലെ 3 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതായത് ഓരോ ചാപ്റ്ററിനും ചോദിക്കുന്ന ഓരോ ഷുവർ ക്വസ്റ്റ്യൻസ് വീതമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്കുള്ള നമ്മുടെ മാരത്തോൺ ലൈവിലേക്ക് മക്കൾ വരാം. 7 മണിക്കാണ്. നമ്മൾ ഈ 3 ചാപ്റ്ററും വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് കാണാം.